എൻ പ്രശാന്ത് IAS. അതിനേക്കാളും എനിക്ക് വിളിക്കാൻ ഇഷ്ടം കളക്ടർ ബ്രോ എന്നാണ്. അത് ശരിയാണോ തെറ്റാണോ ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ എനിക്കറിയില്ല. ആ തെറ്റുകളുണ്ട് എങ്കിലും ശരികളുണ്ട് എങ്കിലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ വിളിക്കുകയാണ് കളക്ടർ ബ്രോ. താങ്കൾക്ക് മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കളക്ടർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ വടിവൊത്ത തേച്ച് വടി പോലെ ഇരിക്കുന്ന ഷർട്ട്, പാൻറ്റ്, അറ്റൻഷനായിട്ട് നടന്നു പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു രൂപം അങ്ങനെയാണ് കളക്ടർ എന്ന് പറയുമ്പോൾ. അതൊക്കെ മാറ്റിമറിച്ചത് ഒരുപക്ഷെ സിനിമകളായിരിക്കും. നല്ല മാസ് ഡയലോഗൊക്കെ പറഞ്ഞ് ഭരണകൂടത്തേക്ക് വിറപ്പിച്ച് നിർത്തുന്ന കളക്ടർമാരെയൊക്കെ കണ്ടിട്ടുള്ളത് സിനിമകളിലാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഒരു കളക്ടർ ഞങ്ങൾ അറിയുന്നത് ഈ IAS IPS റാങ്ക് ലിസ്റ്റിനപ്പുറം ഒരു കളക്ടർ കേരളത്തിലുണ്ട്, ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്നറിയുന്നത് കളക്ടർ ബ്രോ എന്ന വിളിയോടുകൂടിയാണ്. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ കൂടുതൽ മാധ്യമപ്രവർത്തകയായതിനു ശേഷം കൂടുതൽ പഠിക്കാൻ തുടങ്ങി. കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പഠിക്കുമ്പോഴൊക്കെ കുറച്ച് ആദരവ് കൂടുതലാണ് തോന്നിയത്. കാരണം മാധ്യമപ്രവർത്തക എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പലരുടെയും അടിമകളായി നിന്ന് ജോലി ചെയ്ത സമയങ്ങളുണ്ട്. അച്ഛന് വിളിച്ചും അമ്മയ്ക്ക് വിളിച്ചും ഒക്കെ മുതിർന്ന മാധ്യമപ്രവർത്തകർ മുഖത്ത് നോക്കി വിളിക്കുമ്പോഴും ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് അപ്പുറം ഇതൊരു പാഷനായി കണ്ടതുകൊണ്ട് അതൊക്കെ പലപ്പോഴും കേട്ട് നിൽക്കേണ്ട, പ്രതികരിക്കാൻ കഴിയാത്ത പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊക്കെ ഒരു പരിധിവരെ മാറിയത് ഫേസ്ബുക്കിൽ കളക്ടർ ബ്രോ എന്ന വിളി തുടങ്ങിയത് മുതലാണ് എന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. കാരണം താങ്കളെക്കുറിച്ച് ആളുകൾ പറയുന്നത് പലപ്പോഴും കേട്ടും കണ്ടും ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഒരു കളക്ടർക്ക് ഭരണകൂടത്തെ തെറ്റുകൾ തിരുത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് ഞാൻ എന്നോട് സ്വയം ചോദിച്ചു തുടങ്ങിയിടത്തു നിന്നാണ് എൻ്റെ വളർച്ച ആരംഭിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ച് തുടങ്ങിയത്. എങ്ങനെയാണ് ഒരു കളക്ടർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു വലിയ സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു വലിയ ലോകം, അവിടെ ഈ ഭരണകൂടത്തെയൊക്കെ ഇങ്ങനെ പച്ചയായ രീതിയിൽ സാധാരണക്കാരൻ വിമർശിക്കണമെന്ന് തോന്നുന്ന രീതിയിൽ വിമർശിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ഉണ്ടായത്? എനിക്ക് തോന്നിയത്, ഞാൻ ഈ സിവിൽ സർവീസിൽ വരുന്നതിന് മുമ്പ് അപ്പുറത്തെ സൈഡിലായിരുന്നല്ലോ. ഒരു സാധാരണ പൗരനായിട്ട് തന്നെയല്ലേ ജീവിച്ചതും. ഞാനൊരു സിവിൽ സർവീസ് കുടുംബത്തിൽ നിന്നോ അങ്ങനെയൊന്നും വന്നതല്ല. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അച്ഛൻ കേന്ദ്ര സർവീസിലും അമ്മ സ്റ്റേറ്റ് ഗവൺമെൻറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് അധികാരത്തിൻ്റെ ആ ഒരു പ്രയോഗം എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഞാനും അമ്മയുടെ കൂടെ, അമ്മ ഡോക്ടറാണ്, അപ്പോൾ മെഡിക്കൽ കോളേജിലായിരുന്നു. അന്ന് അക്കാലത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് സർവീസ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഒന്ന് ശമ്പളം ഉണ്ടാവില്ല, ഒരു നിങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്തോ എന്ന ഒരു, അമ്മ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ എന്തോ ട്രാൻസ്ഫറോ പ്രൊമോഷനോ എന്തോ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ കാണാൻ പോയത്, എന്തോ സർവീസ് മാറ്ററാണ്. ഞാൻ കൊച്ചുകുട്ടിയാണ്, ഈ ബോവനമോളിയിലും പട്ടി സീനിലുള്ള മാതിരി ഞാൻ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഭയങ്കര ഒടുക്കത്തെ ജാടയ്ക്ക് നിൽക്കുന്നു. ഞങ്ങൾ നിൽക്കുകയാണ്, ഞാനൊരു കുട്ടിയാണ്, അമ്മയുണ്ട്, നമ്മളെന്തോ കാര്യം സംസാരിക്കുന്നു. ആ വൈബ്സ് നമുക്ക് കിട്ടുമല്ലോ, ഒരു അഹങ്കാരത്തിൻ്റെ വൈബ്സ്. ഈ ഫയലിൽ നിന്ന് തലയുയർത്തി നോക്കുപോലും ചെയ്യാതെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ ഇവരുടെ മേളിലാണല്ലോ, അവിടെയും ഇതേ അവസ്ഥ. ജാട കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മേ ബി ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ സെക്രട്ടേറിയറ്റ് പോയത് ഓർമ്മയുണ്ട്. ഇതെല്ലാം ഒരു ദിവസമാണോ പല ദിവസമാണോ എന്ന് പോലും ഓർമ്മയില്ല, പക്ഷേ ഇതൊക്കെ ചെറിയ സ്മരണയാണ്. സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആരെയോ എന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഒരാളിങ്ങനെ ഓടി കാറ്റ് പോലെ അകത്തോട്ടങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം അകത്ത് പോയതിന് ശേഷം നമ്മൾ വിളിപ്പിക്കുന്നു. അകത്ത് കയറി കഴിയുമ്പോൾ വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച്, എന്താ ഡോക്ടറെ കാര്യം എന്നൊക്കെ ഒരു കാപ്പിയൊക്കെ കൊടുത്ത്. ഇദ്ദേഹമാണ് ഹയറാർക്കിയിൽ പവറിൽ മേലെ നിന്ന്, അത്രയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹമാണ് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ആൾ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഏറ്റവും മാന്യമായിട്ടും ഭൂമിയിൽ ഇറങ്ങി നിന്നിട്ടും വളരെ സൗമ്യമായിട്ടും, പ്രശ്നം പരിഹരിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ സുഖമുണ്ടായിരുന്നു അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ നേരം ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു, ഇതാരാന്ന് എനിക്ക് അറിയണമായിരുന്നു. ഞാൻ ചോദിച്ചു ഇതാരാണ്. അപ്പോഴാണ് പറയുന്നത്, ഇതാണ് ഹെൽത്ത് സെക്രട്ടറി, IAS ഉദ്യോഗസ്ഥനാണ്
എന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ സിനിമാറ്റിക് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അറ്റത്ത് IAS എന്ന് കാണുന്നു. അപ്പോൾ ഒരു സർവീസിൽ പിന്നീട് സർവീസ് കയറിയതിന് ശേഷം നമ്മളെ മസൂറി അക്കാഡമി പഠിപ്പിക്കുമ്പോൾ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി എന്ന് പറയും. അതിൽ വേണ്ടുന്ന ഒരു ക്വാളിറ്റി ഇതാണ്, നല്ലൊരു ഹ്യൂമിലിറ്റിയോടുകൂടെ സംസാരിക്കുക. അതൊക്കെ ഇത് കാലക്രമേണ കുറച്ചുകൂടെ വൈഡാവണം എന്നുള്ളത് സത്യമാണ്. കാരണം ഇക്കാലം പണ്ടത്തെ ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കുറേ കൂടെ ആൾക്കാർക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാവർക്കും. നമ്മൾ വലിയ എക്സ്പെർട്ടീസ് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമൊന്നും ഇല്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. വിവരാവകാശത്തിൻ്റെ കാലം കൂടെയാണ്. അപ്പോൾ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നന്നാവും, കുറച്ചുകൂടെ മെച്ചപ്പെടും. പലപ്പോഴും നമുക്ക് ഇൻഫർമേഷൻ കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടുമാണ് തെറ്റായ തീരുമാനം എടുക്കുന്നത്. വിവരം നമ്മുടെ ചുറ്റുമുള്ള ഒരു ഫ്ലോ ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ചിലരുണ്ട്. അവർ വിചാരിക്കും അവർ വലിയ ശക്തരാണെന്ന്, ആൾക്കാരെ അടുപ്പിക്കാതെ ഞാനാണ് ഇവിടെ വലിയ സംഭവം എന്നൊക്കെ. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ വീക്കാവുകയാണ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാണ്ടാവും. ഇപ്പോൾ കളക്ടറായിരുന്ന കാലഘട്ടത്തിൽ ഇപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് അന്ന് ഇവിടെ മന്ത്രിമാർക്കോ കളക്ടർമാർക്കോ SP മാർക്കോ ആരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിറ്റിസിസം ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ അതിൻ്റെ ഒരു ഗുണം മാത്രമല്ല, അതൊന്ന് ചെയ്തതിൻ്റെ ഒരു സിസ്റ്റവും ഉണ്ടായിരുന്നു. കളക്ടർ ഇത് ചെയ്തു, അത് ചെയ്തു, ഉദ്ഘാടനം ചെയ്തു, ഇതൊന്നും അവിടെ ഇടില്ലായിരുന്നു. കളക്ടറുടെ ഒരു ഫോട്ടോ പോലും ഉണ്ടാവില്ല. ആകെ DP-യിൽ അവിടെ കിടക്കുന്നല്ലാതെ എൻ്റെ തലയും ഫിഗറും ഒന്നും അവിടെ ഇല്ലായിരുന്നു, ഒരിക്കലും ഇല്ലായിരുന്നു. നമ്മളത് ആസ് എ പോളിസി എടുത്തതാണ്. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഇടുക. അതുപോലെ ജനങ്ങളിൽ നിന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കൺസൾട്ട് ചെയ്യും. ഡൈനമിക് ആയിട്ടുള്ളൊരു പേജായിരുന്നു. അതുപോലെ പബ്ലിക് ഗ്രീവൻസ് നോക്കാൻ വേണ്ടിയും കൂടെ പരാതികൾ നേരിട്ട് അവിടെ പോസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ബാക്ക് എൻഡിൽ ഞാൻ ഒരു ടീം സെറ്റ് ചെയ്യുകയും അപ്പോൾ പക്ഷേ നേരിട്ട് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്ന, ഞാൻ പാസ് ഓൺ ചെയ്യത്തേ ഉള്ളൂ. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതെല്ലാം ഇൻഫോർമലി ചെയ്യുന്നത്. അപ്പോൾ കളക്ടറേറ്റിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ കൂലി നഷ്ടപ്പെടുത്തി കളക്ടറേറ്റിൽ വന്ന് കാത്തുകെട്ടിയിരുന്ന് എഴുതി തന്ന് അത് ഫയലാക്കി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. 90% വിഷയങ്ങൾ ഒരു ഫോൺ കോളിൽ തീരുന്നതാണ് സത്യത്തിൽ. കളക്ടറെ അവിടെ നിന്ന് ഒരു കോൾ പോയാൽ ഇടപെടൽ നടന്നാൽ ചിലപ്പോൾ തീരുന്നതാണ്. അതിനൊരു മെയിൽ അയച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അന്ന് കുറ്റം പറഞ്ഞവർ പോലും പിന്നീട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലേക്ക് ചാടി വീണു. പക്ഷേ ഉള്ളത് പറയണമല്ലോ, പലരും ഇതിനെ PR ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. അല്ലാതെ പബ്ലിക് ഗ്രീവൻസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ഇൻട്രാക്ഷന് വേണ്ടിയോ ഡൈനമിക് ആയിട്ട് പേജ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയണം കാണുന്നില്ല. അത് മനസ്സിലാവാനായിട്ടാണോ അതോ വേണ്ടാന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ഭയങ്കര സാധ്യതയാണ്. വിദേശ രാജ്യങ്ങൾ പലയിടത്തും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കസ്റ്റമൈസ് ചെയ്തിട്ട് സർക്കാർ സേവനങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ സാധിക്കും. അന്നേരം കുറച്ചുകൂടി ഒരു ഇൻഫോർമാലിറ്റി വരും. അന്നേരം ഭയം വേണ്ടാന്ന് ആൾക്കാർക്ക് മനസ്സിലായി. കളക്ടർ എന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു വലിയ പ്രസ്ഥാനമാണെന്നൊക്കെ ഒക്കെ ഊതിപ്പെരിപ്പിച്ചുണ്ടാക്കുന്നതാണ്. ഇത് ഒരു അതെ, താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കളക്ടർ ആവാൻ അതിബുദ്ധിമാന്മാരൊന്നും ആവേണ്ടതിന്റെ ആവശ്യകതയില്ല, മേക്കപ്പ് ഇട്ട് ഒരുങ്ങി ഇന്റർവ്യൂവിനൊന്നും പോകേണ്ടതിന്റെ ആവശ്യകതയൊന്നുമില്ല. നമ്മൾ ജെന്യൂൻ ആയിട്ട് നിന്നാൽ മതി. ഇത് സിവിൽ സർവീസ് എല്ലാവരും പിന്നെ ഈ കളക്ടർ എന്ന് പറഞ്ഞ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അതാണെന്നും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി IAS-നകത്ത് നമ്മുടെ IAS എന്ന് പറഞ്ഞാൽ ശരിക്കും പോളിസി തലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സർവീസാണ്. ഈ കളക്ടറുടെ ജോലി തുടക്കത്തിൽ നമ്മളൊരു 6 വർഷവും 7 വർഷമൊക്കെ സീനിയോറിറ്റി ആകുമ്പം നമുക്ക് കളക്ടറുടെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് എന്തിനാണ്? ഫീൽഡിൽ നിന്നുള്ള റിയാലിറ്റി കിട്ടാൻ വേണ്ടിയാണ്, ഫീൽഡ് ടച്ച് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഫീൽഡ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടറി തലത്തിൽ പോളിസി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻപുട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ ആ ഒരു ആംഗിൾ, അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു IAS ഓഫീസറുടെ കരിയർ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് ഇതിന് ശേഷമാണ്, പോളിസി തലത്തിലോട്ട് എത്തുമ്പോഴാണ്. അപ്പോൾ സ്റ്റേറ്റിലും പിന്നെ സെൻട്രലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. പൊതുജനം തീർച്ചയായിട്ടും കളക്ടർ എന്നുള്ളൊരു അതാണ് ഏത് ജോലി എന്നാണ് പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിക്കും അത് റിലേറ്റീവ്ലി ജൂനിയർ ലെവലിലുള്ള ഒരു പോസ്റ്റ് മാത്രമാണ്. വിസിബിലിറ്റി പക്ഷേ ജനങ്ങൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ആ ഒരു പോസ്റ്റിനോടാണല്ലോ. ഇപ്പോൾ സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥരോട്ട് ഇൻട്രാക്ഷൻ അധികം വരുന്നില്ല. ഇപ്പോൾ ശരിക്കും ഞാൻ തന്നെ കോഴിക്കോട് കളക്ടറുടെ തസ്തിക വിട്ടതിന് ശേഷം ജനങ്ങൾ എന്നെ അധികം കണ്ടു കാണുന്നിടത്ത് പോലും ഇല്ല.